ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഒരു സ്ഥലം വരെ പോവാണ്. അതെ ഗൈസ്, നമ്മൾ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പൊ ആദ്യമേ രാവിലെ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കേട്ടോ. രാവിലെ അല്ല, വെളുപ്പാങ്കാലമാണ്. അപ്പൊ പ്രാർത്ഥന അത്യാവശ്യമല്ലേ, അപ്പൊ പ്രാർത്ഥിച്ച് നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പൊ നല്ല ഇരുട്ടായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോൾ കുഞ്ഞപ്പനും കുഞ്ഞാവയൊക്കെ എഴുന്നേറ്റ് കേട്ടോ. അപ്പൊ അവര് കളിയാണ്. കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങൾ അത്യാവശ്യം ടോയ്സ് ഒക്കെ കരുതിയിരുന്നു കേട്ടോ. അവർക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെന്റ് വേണമല്ലോ. കുഞ്ഞൂടെ ഭയങ്കര ത്രില്ലടിച്ച് നിൽക്കാണ് കേട്ടോ. കാരണം ഇത്രയും ദൂരം ഞങ്ങൾ ആ പിള്ളേരെയും കൊണ്ട് ഒരിടവും പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൂന്നാർ എത്തിയില്ല. മൂന്നാർ എത്തും മുന്നേ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വണ്ടി ഒന്ന് ചവിട്ടി. അപ്പൊ നമ്മളൊരു റിവർ സൈഡിലാണ് കേട്ടോ വണ്ടി പാർക്ക് ചെയ്തത്. ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു നല്ലൊരു ഹോട്ടലുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ കയറാന്ന് വിചാരിച്ചു കേട്ടോ. ഫുഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ഓർഡർ ചെയ്തത് അപ്പവും മുട്ടക്കറിയും പിന്നെ ചിക്കൻ കറിയും ഒക്കെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ കഴിച്ചു. കുഞ്ഞാവ് ഒന്നും കഴിച്ചില്ല ഗൈസ്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കുറുക്ക് കൊണ്ടുവന്നു. അപ്പൊ അവളെ അത്യാവശ്യം കഴിപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പൊ പോകുന്ന വഴിക്ക് മൂന്നാർ എത്തിയിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നല്ലൊരു സൈറ്റ് കണ്ടു. നല്ല അടിപൊളി സൈറ്റ് ആയിരുന്നു കേട്ടോ. മലയും കോടയും അതിന്റെ ഇടയിൽ കൂടെ വാട്ടർഫോളൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സൈറ്റ് ആയിരുന്നു. അത്യാവശ്യം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ തയ്യാറായവര് ഒരിക്കലും ഈ സ്പോട്ട് മിസ് ചെയ്യില്ല കേട്ടോ. പക്ഷെ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ആസ്വാദകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഗൈസ്. അതാണ് ഈ നിൽക്കുന്ന ആള്. 1 മണിക്കൂർ കൊണ്ട് ഭയങ്കര ആസ്വാദനമായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വണ്ടി കയറ്റി. മൂന്നാർ എത്തും മുന്നേ തന്നെ ഒരു വാട്ടർഫോൾ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. പോകുന്നവരൊന്നും ഇത് മിസ് ചെയ്യുന്നില്ല. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇത് വന്ന് ആസ്വദിക്കുകയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു. അത്യാവശ്യം മഴയുള്ള ഒരു സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർഫോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. മങ്കി. അപ്പൊ നമ്മൾ വാട്ടർഫോളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരാൾ നമ്മുടെ വണ്ടിയുടെ പുറത്ത് കയറി ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ കുഞ്ഞുമായിട്ട് അത് എന്തൊക്കെ പ്രശ്നമായി. കുഞ്ഞിനെതാ പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട്. കുഞ്ഞ് പേടിച്ചു പോയി കേട്ടോ. അവന് ഓടുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഉപ്പിലിട്ട നെല്ലിക്കയൊക്കെ വാങ്ങി കേട്ടോ. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറിലൊരു കിടിലൻ റിസോർട്ടിലേക്കാണ്. അപ്പൊ നമ്മൾ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിങ്ങനെ പോവാണ് ഗൈസ്. ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വൈപ്പറൊക്കെ ഓൺ ചെയ്ത് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ പോവാണ്. കുഞ്ഞാവയും കുഞ്ഞും ഒക്കെ പുറകെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി പുറകെയിരുന്ന് സ്നാക്സ് ഒക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈവർ വണ്ടി എടുക്കൂ. പിന്നെ വിൻഡോ സീറ്റിൽ കൂടി ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ടു. നല്ല ഭംഗിയുള്ള കാഴ്ചകളായിരുന്നു കേട്ടോ. അങ്ങനെ പോയപ്പോഴാണ് കുഞ്ഞിന്റെ ഫേവറേറ്റ് ഐറ്റങ്ങൾ നമ്മൾ കണ്ടത്. റംബൂട്ടാനാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ അവൻ പറഞ്ഞു പപ്പ റംബൂട്ടാൻ വാങ്ങി വെച്ചു. പിന്നെ വേറെ ഒന്നും നോക്കില്ല, വണ്ടി പാർക്ക് ചെയ്ത് റംബൂട്ടാൻ വാങ്ങി. നല്ല വലിയ റംബൂട്ടാനായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പൊ പൊളിച്ചു. കുഞ്ഞു കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ അത് കൊതിയിട്ട് തറയപ്പോഴേട്ടോ. പിന്നെ വീണ്ടും പൊളിച്ചു. ഇവിടെ ഒരാള് നാരങ്ങകളൊക്കെ പിഴിഞ്ഞ് വലിയൊരു കുപ്പി നിറയെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കോസ്റ്റ് കട്ടിങ്. ഉച്ചയായപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ കയറി ബിരിയാണിയും ചോറും ഒക്കെ വാങ്ങി കേട്ടോ. പിന്നെ അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ പോവാണ്. ഇപ്പൊ നമ്മുടെ റിസോർട്ട് എത്താറായി കേട്ടോ. ഈ ചുരം കയറി നേരെ പോകുന്നത് റിസോർട്ടിലേക്കാണ് കേട്ടോ. അത്യാവശ്യം മൂന്നാറിൽ ഫേമസ് ആയ റിസോർട്ടുകളിൽ ഒന്നാണ് കേട്ടോ. അപ്പൊ നമ്മുടെ റിസോർട്ട് എത്തി ഗൈസ്. നമ്മുടെ റിസോർട്ടിന്റെ പേര് ഗോൾഡൻ മൂന്നാർ പാലസ്. നല്ല കോടയുണ്ട് കേട്ടോ ഇവിടെ. റിസോർട്ടിന്റെ അകത്തോട്ട് പ്രവേശിക്കാനാണ് കേട്ടോ. ഇവിടെ EV ചാർജ് സ്റ്റേഷനൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഇറങ്ങി പോകുമ്പോൾ ഒരു താഴ്വാരത്തിലേക്ക് നമ്മളിങ്ങനെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. നല്ല കോടയും നല്ല പച്ചപ്പും ചുറ്റും തേയിലത്തോട്ടവും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് കുറച്ച് മാറിയാണ് കേട്ടോ. ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഈ റിസോർട്ട് വരുന്നത്. വളരെ ശാന്ത സുന്ദരമായ ഒരു സ്ഥലം. നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഫാമിലി ആയിട്ടൊക്കെയാണ് ഈ മൂന്നാറിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന അത്യാവശ്യം നല്ലൊരു റിസോർട്ടാണ് കേട്ടോ ഇത്.
ഇത് മൂന്നാറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് 5 സ്റ്റാർ റിസോർട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ അകത്തോട്ട് കയറുകയാണ്. എടുത്തു പറയേണ്ടത് ഇവരുടെ ഹോസ്പിറ്റാലിറ്റി ആണ് കേട്ടോ. ഇവിടെ സർവീസ് ഒരു രക്ഷയില്ല. കാരണം നമുക്ക് എന്താണോ ആവശ്യം അത് അവർ പ്രൊവൈഡ് ചെയ്യും. റിസോർട്ടിൻ്റെ അകത്തുനിന്ന് പുറത്ത് നോക്കുമ്പോഴുള്ള വ്യൂ ഒരു രക്ഷയില്ല ഗൈസ്. കാരണം അത്രയ്ക്ക് കോടയും ഒരുപാട് ഗാർഡനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മലയും തേയിലത്തോട്ടങ്ങളും ഒക്കെ കാണാൻ പറ്റും. ഒരു രക്ഷയില്ല ഗൈസ്. എങ്ങനെ പറയേണ്ടതെന്ന് അറിയത്തില്ല കേട്ടോ. അത് കണ്ട് തന്നെ നമ്മളത് ഫീൽ ചെയ്യണം. നമ്മളിവിടെ 4 ഡേയ്സും 3 നൈറ്റും ആണ് കേട്ടോ സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ റിസോർട്ടിൽ എത്ര രൂപയായി, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ടൂർ പ്ലാൻ ചെയ്തത്, അപ്പോൾ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.